ഇതാണ് നാഗാപൂരി എന്ന് പറയുന്നത്. Made out of आटा only? आटा से बनाया हुआ है? Sticky rice. ഓഹോ. എല്ലാവരും ചോദിക്കുന്നത് ഇവൻ എവിടെയാണെന്ന്. കൊറേ മുണ്ടുള്ള പൊമ്പുള്ള പോലെ നോക്കുന്ന ഒരു രക്ഷയില്ല. നമസ്കാരം, എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിചിത്രമായ ഒരു ഫ്ലൈറ്റ് യാത്രയാണിത്. അക്കാസ് എയറിൻ്റെ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്താണ് നമ്മൾ. 2:30ക്കാണ് ഫ്ലൈറ്റിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മെസ്സേജ് വന്ന് 2:30 എന്നുള്ളത് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് 6 മണിക്കാണ്. അപ്പോൾ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്ത് ഞങ്ങൾ 4 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് 2:30ക്ക് വിട്ടുപോയി. പിന്നെ അവർ 5 മണിക്കുള്ളൊരു ഫ്ലൈറ്റിന് നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ടിക്കറ്റ് ശരിയാക്കി തന്നു. വളരെ കയോട്ടിക്കായിട്ടുള്ളൊരു ഇതായിരുന്നു സിറ്റുവേഷനാണ്. എങ്ങനെയോ ഒരു പിടിച്ച് ഗേറ്റിലെത്തി അവർ ഫ്ലൈറ്റ് തന്നു. അവരുടെ മിസ്റ്റേക്കാണെന്ന് മനസ്സിലായി. അപ്പോൾ നാഗാലാൻഡിലേക്കുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയാണ്. തുടക്കം ഒരു ടെൻഷനോട് കൂടിയായിപ്പോയി. അതുകൊണ്ട് അവസാനം സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാനും മിസാബ് അപ്പുറത്ത് പുറകിലിരിക്കുന്നുണ്ട്. നമുക്ക് സീറ്റ് സെപ്പറേറ്റ് ആണ് കിട്ടിയത്. ഞങ്ങൾ ആദ്യം ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റല്ല, വേറെ ഫ്ലൈറ്റാണ്. 7:55 വരുന്നത്. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവലുമായി നമ്മുടെ നാഗാലാൻഡ് വീഡിയോ തുടങ്ങാൻ പോകാറ്. കാസായറിന് എന്തായാലും നമ്മൾ രക്ഷിച്ചു. പക്ഷേ വല്ലാത്തൊരു പാനിക്കാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. മെസ്സേജ് അവർ രണ്ടാമത് വീണ്ടും ഒരു റീഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അവർ അറിയിക്കേണ്ടതായിരുന്നു, അറിയിച്ചില്ല. എനിവേസ് ജേണി ഈസ് ഓൺ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ബേജാറുകൾക്കൊടുവിൽ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് സ്റ്റാർട്ട്. സംഭവബഹുലമായ മണിക്കൂറുകൾക്ക് ശേഷം അവസാനം നമ്മൾ ഗുവാഹത്തി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഗുവാഹത്തി എന്ന് പറയുന്നത് ആസാം എന്ന സംസ്ഥാനത്താണ്. അപ്പോൾ ആസാം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ആസാമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടീ എസ്റ്റേറ്റുകളാണ്. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ചായ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആസാം എന്ന് പറയുന്നത്. ആസാമിലെ മൂന്നാറിലെ പോലെ തേയില എസ്റ്റേറ്റുകളുള്ള ഒരു പ്ലേസാണ് ആസാം നമ്മൾ ഡിസംബർ 4-നാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അറൈവ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിനി പോകുന്നത് ദിമാപൂരിലേക്കാണ്. ദിമാപൂരിൽ നിന്ന് കൊഹിമയിൽ നിന്ന് ഇസാമയിലേക്ക്. പിന്നെ നമ്മളൊരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്തത്. നിങ്ങൾക്ക് അത്ര മനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മിസാബ് നമ്മുടെ തൂവൽ വെള്ളച്ചാട്ടം. പിന്നെ നമ്മൾ അതിനുശേഷം മീശപ്പുലിമല അല്ലേ, മീശപ്പുലിമല ട്രക്കിങ്ങിലൊക്കെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തിയാണ്. കണ്ണൂർക്കാരനാണ്. അപ്പോൾ നമ്മുടെ യാത്രകളിൽ ഇപ്പോൾ ഒരു സന്തത സഹചാരിയായി മാറിയിട്ടുണ്ട്. ഇപ്പം മൂപ്പര് നീ ആദ്യമായിട്ടില്ലേ ഗുവാഹട്ടി വരുന്നത്? മൂപ്പര് ആദ്യമായിട്ടാണ് ഗുവാഹട്ടി വരുന്നത്. നോർത്ത് ഈസ്റ്റ് ആദ്യമായിട്ടാണ്. നമ്മൾ ഇപ്പം കുറേ തവണ ഭൂട്ടാനിലെ യാത്രക്കും അങ്ങനെ പല യാത്രക്കായിട്ട് ഗുവാഹട്ടി വന്നിട്ടുണ്ട്. ഓരോ സമയത്ത് വരുമ്പോൾ ഓരോരോ പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. തൊട്ട് മുമ്പ് തന്നെ മനോഹരമായിട്ടുള്ളൊരു കമാനം, സീസൺ ഗ്രീറ്റിംഗ്സ് എന്നൊക്കെ പറഞ്ഞ് മനോഹരമായി. പിന്നെ ആസാമിൻ്റെ കൾച്ചറൊക്കെ കാണിക്കുന്ന ഒരു നല്ല കുറേ ബോർഡ്സ് ഉണ്ട് ഇവിടെ മുമ്പ് തന്നെ. അതിമനോഹരമായിട്ടുള്ളൊരു ബോർഡാണ്. ഇവിടുന്ന് പുറത്തേക്ക് നമുക്ക് AC ബസ് സർവീസ് ഉണ്ട് ഇവിടെ. അതിനുള്ള ഒരു ഇത് കാണുന്നുണ്ട് അവിടെ കൗണ്ടർ. നമുക്ക് ബസ്സിൻ്റെ നോക്കാം അല്ലേ. നമ്മൾ പുറത്തേക്ക് നീങ്ങാണ്. ഞങ്ങൾ അടുത്ത ലക്ഷ്യം ദിമാപൂരേക്കാണ്. നമ്മളപ്പോൾ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. 10:20 നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പം ട്രെയിന് 11 എത്രയ്ക്കാണ്? 11:40 ട്രെയിൻ വരുന്നത്. പിന്നെ അത് നേരെ ദിമാപൂർ 4:40 എത്തും. പിന്നെ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ ഇങ്ങനെ കിടക്കും. അതായത് ഫസ്റ്റ് നമ്മൾ ആസാം കിടക്കും,
പിന്നെ നാഗാലാൻഡ് എടുക്കും, പിന്നെ ആസാം എടുക്കും, പിന്നെ നാഗാലാൻഡ് എത്തുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യം നാഗാലാൻഡിലെ ദിമാപൂരിലാണ് ഇറങ്ങുന്നത്. നാഗാലാൻഡിൽ ഒരേ ഒരു സ്റ്റേഷനേ ഉള്ളൂ. പിന്നെ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആസാം കഴിഞ്ഞ് പിന്നെയും നാഗാലാൻഡ്, വീണ്ടും ആസാം, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ട്രെയിനാണിത്. ഇവിടുന്ന് ഒരു 4:40 നമ്മൾ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ഫ്രഷ് ആവും. നമ്മൾ ഇവിടെ ഒരു പട്ടിയിറച്ചൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്, ദിമാപൂർ പ്രശസ്ത മാർക്കറ്റ്. അതൊരു അത്രേ ഉള്ളൂ, ഒരു കിലോമീറ്റർ സൂപ്പർ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യും. 9 മണിയാകുമ്പോൾ നമ്മൾ പിക്ക് ചെയ്യാം ബൈജോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 3 മണിയാകുമ്പോൾ ഇനോഗ്രൽ സെഷൻ വരാം. അപ്പോൾ ഇനോഗ്രൽ സെഷനാണ് മെയിൻ പരിപാടി നാളത്തെ. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അടിപൊളി പരിപാടിയാണ്. ട്രെയിനാണ് 15603 ഗുവാഹട്ടി ലിഡോ എക്സ്പ്രസ്. അതാണ് നമ്മളിപ്പം 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരാൻ പോകുന്നത്. അപ്പം ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമൊക്കെയാണ്. ഇതൊക്കെ മനോഹരമായിട്ട് ഓടിച്ചിടിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ കാണാം. നല്ല ഇപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഗുവാഹട്ടിയിലുള്ള ഒത്തിരി പ്രമുഖമായിട്ടുള്ള ബ്രഹ്മപുത്ര ബ്രിഡ്ജ്, ഉമാനന്ദ ടെമ്പിൾ, ഇതാണ് ഈ ടെമ്പിളാണ് കേട്ടോ നമ്മൾ കാണണമെന്ന് പറഞ്ഞത്. കാമാഖ്യ ക്ഷേത്രം കണ്ട ഒരാൾ ഈ ഉമാനന്ദ ടെമ്പിളും കൂടി വിസിറ്റ് ചെയ്തിട്ടേ പോകാവുന്നത്. പിന്നെ ആസാമിലെ ടീ എസ്റ്റേറ്റ്സിനെ പറ്റിയും അവിടുത്തെ സംഗീതത്തിനെ പറ്റിയൊക്കെ ഉള്ള കുറേ ഡിസ്ക്രിപ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ 33% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയതിനെ പറ്റിയുള്ള പ്രചാരണവും കാര്യങ്ങളൊക്കെ ഇവിടെ മോഡീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ നമുക്ക് ഈ സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങിയതിനെ പറ്റി 90,000 സ്റ്റാർട്ടപ്സ് ഇന്ത്യ, 3rd ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മോഡിജിയുടെ ചിത്രങ്ങളൊക്കെ കാണാം. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ്ലി ദിമാപൂർ ഇറങ്ങാം നാഗാലാൻഡിൽ വരുന്ന ആൾക്കാർക്ക്. അല്ലെങ്കിൽ ഇപ്പം ഗുവാഹട്ടി വരെ ഫ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഗുവാഹട്ടിയിൽ നിന്ന് ദിമാപൂരേക്ക് നമുക്ക് ലിഡോ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ, അതാണ് നമ്മളിവിടെ കാണുന്നത്. ലിഡോ എക്സ്പ്രസ്, ഗുവാഹട്ടി ലിഡോ എക്സ്പ്രസ്. ആ ട്രെയിന് രാത്രി 11:40 വിട്ടാൽ പുലർച്ചെ 40 നമ്മൾ ദിമാപൂർ കൊണ്ടുവിടും. പൊതുവെ കുറച്ച് തണുപ്പുള്ള സമയമാണ്, എല്ലാവരും ചെറിയ ലൈറ്റ് ജാക്കറ്റ്സ് ഒക്കെ എടുക്കണം. സ്ലീപ്പർ ക്ലാസ്സാണ് പ്രത്യേകിച്ച്. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ മാസം പൊതുവെ തണുപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളെ ട്രെയിന് ഇപ്പോൾ 11:40 വിടുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം. നമ്മളെ മിസാവ് ഉറങ്ങാനൊക്കെ തയ്യാറായില്ല. ചാർജിങ് തന്നെയാ. അപ്പം നമ്മൾ ഇവിടെ താഴെ കിടക്കുന്ന, അവന് ആക്ച്വലി താഴെ തന്നെയായിരുന്നു സീറ്റ്. അപ്പം നമുക്കൊരു കുറച്ച് ഉയർന്ന പൊസിഷൻ ചാർജ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു വെച്ചു. ഗുഡ് മോർണിംഗ്. ഫൈനലി ഗൈസ്, നമ്മൾ ദിമാപൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ എക്സാക്ട്ലി ഓൺ ടൈം ആയിരുന്നു. 4:40 ആണ് ടൈം. 4:40 തന്നെ എത്തി. ഇവിടുന്ന് ഇനി നമുക്ക് കോഹിമക്ക് 2 മണിക്കൂറിൻ്റെ അടുത്തല്ലേ പറഞ്ഞേ. അപ്പോൾ അതിന് നമ്മൾ കൂട്ടത്തിലുള്ള ഒരു ടീം എത്തിയിട്ടില്ല. അവർ എത്താൻ ഇത്തിരി ടൈം എടുക്കും. അതുവരെ നമ്മളോട് കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം. നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മളെ തണുപ്പിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ടീഷർട്ട് മാത്രം ഇട്ടിട്ടൊക്കെ ഇങ്ങനെ കിടന്നായിരുന്നു. പക്ഷേ അവസാനം കുഞ്ഞ് സ്വെറ്റർ എടുത്തിട്ടുണ്ട് വന്നു. അപ്പോൾ വെയിറ്റിംഗ് ദിമാപൂർ സ്റ്റേഷൻ. നോക്കട്ടെ. ഡോർമെട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 1 to 3 റിട്ടയറിംഗ് റൂമുണ്ട്. കുഴപ്പമില്ല. സ്റ്റേഷൻസൊക്കെ നോർത്ത് ഈസ്റ്റ് സ്റ്റേഷൻസ് ഇപ്പോൾ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളെ വന്ന ട്രെയിനാണിത്, ലിഡോ എക്സ്പ്രസ്. ലിഡോ എക്സ്പ്രസ് അങ്ങനെ പോവുകയാണ്. നമ്മൾ ഡോർമെട്രി ഒക്കെ നോക്കി അതെല്ലാം നല്ല മനോഹരമായിട്ട് അടച്ച് വെച്ച് ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങോട്ട് കയറി നോക്കാനേ പറ്റില്ല. അപ്പോൾ കൊറോണ വൈറസിൻ്റെ അലേർട്ടൊക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ദിമാപൂർ സ്റ്റേഷൻ്റെ മുൻവശമൊക്കെ ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. പൊതുവെ എല്ലാ സ്റ്റേഷനുകൾക്കും ഈ ഒരു രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഏത് സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മാറ്റങ്ങൾ കാണാം. ഇതൊരു പ്ലെയിൻ ലാൻഡാണ്. ഇവിടുത്തെ നാഗാലാൻഡിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ഈ പ്ലെയിൻ ലാൻഡിലാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു വഴിക്കൊന്ന് യാത്രയിൽ ഒന്ന് ചോദിച്ചു ഞങ്ങൾ ഈ മാർക്കറ്റിനെ പറ്റിയൊക്കെ. നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പരിചയപ്പെട്ടു. അയാൾ ഇവിടുത്തെ നഗമീസാണ് അല്ലേ? യു ക്യാൻ സേ സംഗ്തം ട്രൈബിൽ വരുന്ന ആൾക്കാരാണ്. ഹീസ് എ സിംഗർ ടു ആൻഡ് എ വീഡിയോഗ്രാഫർ. അപ്പോൾ സോ വി കെയിം ടു എ കോമൺ ഇൻട്രസ്റ്റ്. സോ ഹീ ഈസ് ഓൾസോ ഗോയിങ് ഫോർ ദ
going for the Hornbill Festival, and is going to shoot. And the closing ceremony, they have a program too. So that's 10th now. It's on 10th of December, right? Yeah, but we will be unlucky because we'll be leaving by 3rd. Third we'll be going back. 10 days we can't afford because we had booked our return ticket too. When you stay here? We could have. This is like we came in a tour package, no? And so many days staying, it will become Only too 2 days. expensive. Yeah. So he's having a channel too. Yeah. Tonight is the opening. 2 days of first day. Yeah, opening ceremony. So can you tell the name of your channel? My name, my YouTube channel was Api Anar. I'm a Nagamese singer. Api Anar. APIANAR. He's a Nagamese singer. So tell your name and rest. My name is Api Anar. I'm a videographer too, and editor. And I'm an electrician too. Oh, multitask. talent. And thank you so much for meeting me. See you guys. Yeah, we are. Hopefully, we'll be meeting there during the program. Yeah. Today you will move? Yeah. Oh. By 12, I should have to go and do it. Okay. So we'll have interaction later. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സൈക്കിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഒരു ക്യാമ്പയിനൊക്കെ നടക്കുകയാണ്. അവിടെ ആൾക്കാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒരു സൈക്ലിംഗ് ഉപയോഗിച്ച് അങ്ങനെ ഒരു ക്യാമ്പയിനാണ് പരിപാടിയുള്ളത്. അവിടെ ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാർ കൂടി അതിന് ചെയറിട്ടിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ സം കൈൻഡ് ഓഫ് ക്യാമ്പയിൻ ഫോർ സേയിങ് നോ ടു ഡ്രഗ്സ്. അങ്ങനെ കാര്യം സംശയമാണ്. ഡ്രസ് കണ്ടിട്ട് എല്ലാവരും നോക്കുന്നത്. ഡ്രസ് അത് നോക്കൂലേ, ഇത് അന്യഗ്രഹ ജീവിനെ പോലെയായിരുന്നു കാണുന്നത്. ഇവിടെ നമുക്ക് കുറേ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഇതാണ് നാഗാപൂരി എന്ന് പറയും കേട്ടോ. ദിസ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ആട്ട ഓൺലി. ആട്ട से बनाया हुआ है. Sticky rice. ഓഹോ. നമ്മുടെ പ്രിയപ്പെട്ട മോമോ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ പോർക്ക് മോമോ ആണ്. പോർക്ക് മോമോ ആയാലും നമുക്ക് എല്ലാം ഇഷ്ടമാണ്. പോർക്കുണ്ട്, പിന്നെ വെജുണ്ട്, ചിക്കൻ മോമോ ഉണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടി ആരോഗ്യമുള്ള മോമോ. കേരളത്തിൽ കാണുന്ന മോമോന് വളരെ കുഞ്ഞ് മോമോ. ആദ്യമായിട്ടാണ് മോമോ ഞങ്ങളിങ്ങനെ കഴിക്കാണ്ട് വെച്ചിട്ടുള്ളൊരവസ്ഥ. മോമോ 1 പ്ലേറ്റും 2 പ്ലേറ്റും ഒക്കെ എളുപ്പം കഴിക്കുന്നതാണ്. അതേപോലെ ഒരു വെജ് ചൗമീൻ വാങ്ങിച്ച് അതും സൂപ്പ്, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള സൂപ്പായതുകൊണ്ട് അത് ഏകദേശം കഴിച്ചിരിക്കും. ഫുഡ് നമുക്ക് സ്യൂട്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പറ്റിയ ഫുഡായിരിക്കണം. നമുക്കെന്തായാലും ഫുഡ് വെറുതെ ഒരു നഷ്ടക്കച്ചവടമായി. എന്തൊക്കെ ജീവികളാണെന്നറിയാം. താറാവിൻ്റെ ഇറച്ചിയുണ്ട്, താറാവുണ്ട്. പിന്നെ ഇതെന്താണ് കാടയല്ലേ? കാടല്ലേ ഇത്? What is the Ma'am, what kind of bird is this? Japanese squirrel. Which one? Japanese squirrel. Okay. Japanese squirrel. ഒരു വർഷം. പിന്നെ നമ്മുടെ പ്രാവ്, കോഴി, അപ്പുറത്ത് പട്ടിയുടെ ഇത് കണ്ടിരുന്നു. പക്ഷെ ഞാനത് കാണിക്കുന്നില്ല. അതിന് പറഞ്ഞ പോലെ തന്നെ, ബൈജു പറഞ്ഞ പോലെ വേഷം കൊണ്ട് നിനക്ക് തല്ലി കിട്ടുന്നു. അവിടെ നായിനെ കണ്ട അവിടെ കെട്ടി വെച്ചത്. പട്ടികളുടെ മാംസമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാം. ഇതെന്തിൻ്റെ ഇതാണോ? മുട്ടയാണോ? പലതരത്തിലുള്ള ഉണക്ക മത്സ്യങ്ങളാണ്. എന്തിൻ്റെയൊക്കെയാണ് ഉണക്ക ഇറച്ചി കാണാം. ഇതിൻ്റെ കുടലൊക്കെയാണ്. പട്ടികളെ കണ്ടോ? ഇന്നത്തെ കുഞ്ഞു പട്ടികൾ. ഇത് നമ്മുടെ തവളയാണ് കേട്ടോ. ഫ്രോഗ്സ്. ഇത് ശാസ്ത്രീയമാണ്. താറാവ്. എല്ലാവരും ചോദിക്കുന്നത് ഇവൻ എവിടെയാണെന്ന്. ഇവനോട് നിസാബിനോട് ചോദിച്ചു. സൗദി അറേബ്യ. വലിയ ഫ്രൂട്ട്സിന്റെ കടയുണ്ട് കേട്ടോ. ഫ്രഷ് ഫ്രൂട്ട്സ്. ഇവിടെ ഇതെന്താണ് ഈ ഫ്രൂട്ട് എന്ന്? അനാർ. ഇത് അനാറാണ്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വെറൈറ്റി പാത്രങ്ങൾ. ഇതിൻ്റെ മുകളിൽ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതെങ്ങനെയാണ് ഇത് കഴിക്കാൻ പറ്റുന്നത്?
എന്തൊക്കെയോ തരത്തിലുള്ള മത്സ്യങ്ങളാണ്, ഇത് പുഴ മത്സ്യങ്ങളായിരിക്കും. ദിസ് എ റിവർ ഫിഷ് ഓവർ. These are mushrooms, different varieties of mushrooms. That's meat. Oh, that's dog's meat. സിൽക്ക് വേംസിന്റെ വെറൈറ്റി ആണോ? അടിപൊളി, എല്ലാം നല്ല ജീവനോടെ പടക്കുന്ന സാധനം. പല ഇലകൾ നമ്മുടെ നാട്ടിൽ കാണാത്തതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള ഇലവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇതിന് പട്ടികളെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. മത്സ്യങ്ങളെല്ലാം ഉണക്ക മത്സ്യങ്ങൾ. ഇത് സിൽക്ക് ചീവീട് അത് ഇതാ എന്തൊക്കെ സംഭവങ്ങളാണ്. കീരാങ്കിരി, നമ്മളാൾ കീരാങ്കിരി ഒച്ചപ്പടാക്കുന്നത്. മഴക്കാലത്ത് ഒച്ചപ്പടാക്കുന്ന കീരാങ്കിരി. 50 per cup. 1 kilo. 50. Are you going to buy? Price Are you going to eat it? 1 cup price 50. But this one we also eat. The snails, small one we eat. ഇതാ നമ്മുടെ അറബി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റാംപൂരിൽ നിന്ന് കോഹിമയിലേക്ക് 2 മണിക്കൂറാണ്. ഇന്ന് ഉച്ചക്കാണ് നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ ഇനോഗ്രേഷൻ. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങളുമായി, ഇനോഗ്രേഷന്റെ വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.